നാട്ടുകാരും തമ്മിൽ സംഘർഷം. ഇന്നലെ രാത്രിയാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർവകലാശാലയ്ക്ക് സമീപത്തെ ഹോട്ടലിൽ വിദ്യാർത്ഥികൾ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഘർഷം തുടങ്ങിയത്. രാത്രി സർവകലാശാല വളപ്പിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് എത്തിയാണ് സംഘർഷസ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. സർവകലാശാലയ്ക്ക് സമീപത്തുള്ള ഹോട്ടൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തല്ലിത്തകർത്തോടെയാണ് സംഘർഷം തുടങ്ങിയത്. ഇതിൽ പ്രതിഷേധിച്ച് സംഘടിതരായി നാട്ടുകാർ സർവകലാശാല വളപ്പിൽ കടന്നു. ഹോസ്റ്റലിന് മുന്നിൽ ഇവരെ പോലീസ് തടഞ്ഞു. എന്നാൽ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിന്നു. ഇവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കെ കാറിൽ 3 വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് എത്തി. ഇവരെത്തിയ കാർ നാട്ടുകാർ തല്ലിത്തകർത്തു. കാറിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥികളാണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്നലെ ഉണ്ടായ എന്തോ ചെറിയ ഒരു അനിഷ്ട സംഭവമാണ് ഇതിന് തുടർച്ചയായിട്ട് കാരണമായത്. അതിനകത്ത് നാട്ടുകാർക്കൊന്നും ഒരു ബന്ധമില്ല. അവരെ SFIക്കാരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടന്നത്. രാത്രി എല്ലാവരും കടടച്ച് വീട്ടിൽ പോയതിനു ശേഷം ആ ഹോട്ടലിൽ കയറി തല്ലിപ്പൊളിക്കാൻ അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ 1-2 പേരെ ഒരു കാരണമില്ലാതെ അടിക്കുകയും വഴിയിലൂടെ നടന്നു വന്ന് എല്ലാവരും അടിച്ചു. അവർ കൂട്ടമായിട്ട് 500 പേരുണ്ടായിരുന്നു. എന്നാൽ സർവകലാശാല വളപ്പിൽ കയറി നാട്ടുകാരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇങ്ങനൊരു സാമൂഹ്യ വിരുദ്ധ ശല്യമാണ്. ക്യാമ്പസിനകത്ത് സ്ഥിരമായി ആക്രമണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ടീമാണ്. കഞ്ചാവ് മാഫിയാണ്. ഇവിടെ പുറത്തിറങ്ങിവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ അത് നിർഭാഗ്യവശാൽ ചുറ്റുമില്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല. അതാണ് സംഭവിച്ച വിഷയം.